ഹായ്, ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാലേന്ദ്രൻ വന്ന് അലീനോട് പറയാണ്, നിനക്ക് എവിടേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇന്ന് തന്നെ പോവാന്ന്. അപ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛന് പ്രധാനപ്പെട്ട എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ മീറ്റിംഗ് ആണ് കുറച്ച് മുമ്പ് കഴിഞ്ഞത്. ഇനി എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നാളെ ഇനി എന്തെങ്കിലും തിരക്കുണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് പോകേണ്ടയിടത്തേക്ക് ഇന്ന് തന്നെ പോവാം, ഞാനും വരാമെന്ന് പറയും. അപ്പോൾ അലീന പറയും, അച്ഛൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, അച്ഛനും വരുന്നുണ്ടോ ചോദിക്കും. ആ ഞാനും വരാടി, നീ പോയി റെഡി ആവാൻ പറയും. അങ്ങനെ അലീന റെഡി ആവാൻ വേണ്ടി പോവാണ്. ഹായ്, ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാലേന്ദ്രൻ വന്ന് അലീനോട് പറയാണ്, നിനക്ക് എവിടേക്കോ പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇന്ന് തന്നെ പോവാന്ന്. അപ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛന് പ്രധാനപ്പെട്ട എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ മീറ്റിംഗ് ആണ് കുറച്ച് മുമ്പ് കഴിഞ്ഞത്. ഇനി എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നാളെ ഇനി എന്തെങ്കിലും തിരക്കുണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് പോകേണ്ടയിടത്തേക്ക് ഇന്ന് തന്നെ പോവാം, ഞാനും വരാമെന്ന് പറയും. അപ്പോൾ അലീന പറയും, അച്ഛൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, അച്ഛനും വരുന്നുണ്ടോ ചോദിക്കും. ആ ഞാനും വരാടി, നീ പോയി റെഡി ആവാൻ പറയും. അങ്ങനെ അലീന റെഡി ആവാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ബാലേന്ദ്രനും അലീനയും റെഡിയായി വരുന്നുണ്ട്. അലീന വാതിലൊക്കെ പൂട്ടുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ പോയി കാറിൽ കയറിയിരിക്കും. അലീന വാതിലൊക്കെ പൂട്ടി കാറിൽ കയറിയിരിക്കുമ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കും, എന്താ വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതെന്ന്. ഓ ഞാനത് മറന്നു പോയെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ സീറ്റ് ബെൽറ്റ് ഇടും. എന്നിട്ട് അലീനോട് ചോദിക്കും, നമ്മളിനി എങ്ങോട്ടാണ് പോകണതെന്ന്. നമുക്കൊരു ടെക്സ്റ്റൈൽസിലേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എന്നാൽ നമുക്ക് നമ്മുടെ കടയിലേക്ക് പോകാമെന്ന്. അപ്പോൾ അലീന പറയും, അത് വേണ്ട, അതെന്താടി നമ്മുടെ കടയിലേക്ക് പോയാൽ ഞാൻ അവിടുന്ന് ഡ്രസ്സ് എടുത്താൽ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കില്ല. ഇത് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് എൻ്റെ അനിയത്തിമാർക്ക് കൂടപ്പിറപ്പുകൾക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോളാം, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അലീന പറയും, അത് വേണ്ട, അച്ഛനെ എനിക്ക് തീരെ വിശ്വാസമില്ല എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എന്നാൽ നമുക്ക് വേറൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാം എന്ന് പറഞ്ഞ് കാറെടുത്ത് പോവാണ്. യാത്രയ്ക്കിടയ്ക്ക് എവിടെയോ വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. അതിനിടയ്ക്ക് സ്റ്റാൻലിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ കോട്ടയത്തെ കല്യാൺ സിൽക്സിലേക്ക് പോകുകയാണ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊപ്പം അവിടെ എത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് വഴിയൊന്നും അറിയില്ല, അതൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം കടയിൽ പൈസയൊക്കെ കൊടുത്ത് ബാലേന്ദ്രൻ കാറിൽ വന്ന് കയറിയിരിക്കുകയാണ്. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ടോപ്സും ചുരിദാറൊക്കെ അവിടേക്ക് പോകണമെന്ന്. അപ്പോൾ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ അതിനിടയ്ക്ക് സ്റ്റാൻലിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ഫോൺ എടുക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കാർ പാർക്കിങ്ങിലാണെന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, 3-ാം നിലയിലേക്ക് പോരാൻ പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ, പിടിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കാണാതിരിക്കുന്നതാണ് നല്ലത്, എന്നാൽ ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ കാണുകയാണെങ്കിൽ അപ്പോഴത്തെ മനോധർമ്മം പോലെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി വരുന്നുണ്ട് ഷോപ്പിലേക്ക്. അപ്പോൾ ബാലേന്ദ്രൻ ഒരു ഭാഗത്ത് പോയി മാറിയിരിക്കുന്നുണ്ട്. അലീന അവിടെ പർച്ചേസിങ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി വരുന്നുണ്ട്. ബാലേന്ദ്രനും സ്റ്റാൻലിയും തമ്മിൽ കാണുന്നുണ്ട്, എന്നാലും പരിചയമില്ലാത്ത പോലെ നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ ഫോൺ ചെയ്യുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, എന്നെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നീ അഥവാ കണ്ടാലും പരിചയമില്ലാത്ത പോലെ മാറി നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അലീനേനെ കണ്ണ് നിറയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻലി. അലീനയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനിടയിൽ ഓപ്പോസിറ്റ് അലീന വരുമ്പോൾ ചില ഡ്രസ്സ് എടുത്ത് മറിച്ച് മുഖം മറിച്ചിട്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അതിനിടയിൽ ഒരു സ്റ്റാഫ് വന്ന് ചോദിക്കുന്നുണ്ട്, സാറിന് എന്താ വേണ്ടത്, ഭാര്യയ്ക്കാണോ മോൾക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്ക് അളവൊന്നും അറിയില്ല, മോൾക്കാണെന്ന് പറയും. അപ്പോൾ ഏതളവ്, മീഡിയം മതിയാവില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി അവിടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യണ പോലെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അലീന പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പർച്ചേസിങ് കഴിഞ്ഞോ, എല്ലാം പൊടിച്ചോ, കയ്യിലെ കാശൊക്കെയും ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും ഇല്ല, അപ്പോൾ അതെനിക്ക് അച്ഛൻ തരുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ബില്ലായോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അലീന അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയം സ്റ്റാൻലി
അലീനയുടെയും ബാലചന്ദ്രൻ്റെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് കൈ കൊണ്ട് ഇങ്ങനെ സസായി എന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനും അങ്ങോട്ട് എല്ലാം ശരി ഓക്കെ എന്ന രീതിക്ക് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ബില്ലെല്ലാം പേ ചെയ്ത് ബാലേന്ദ്രനും അലീനയും കൂടി ഡ്രസ്സെല്ലാം വാങ്ങിച്ച് ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ രണ്ടുപേരും ഷോപ്പിംഗ് കഴിഞ്ഞ് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാലും ഇത്രയും കാശ് നീ വേറൊരു കടയിൽ കൊണ്ടുപോയി കൊടുത്തല്ലോ, എൻ്റെ കടയിൽ കിട്ടിയില്ലല്ലോ ഈ കച്ചവടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്ന് കളിയാക്കാതെ പോവാ, അച്ചാച്ചന് വേണമെങ്കിൽ ഞാനൊരു ചായ ഇട്ട് തരാൻ പറയുന്നുണ്ട്. അവർക്ക് കാശും എനിക്ക് ചായ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. റൂമിലെത്തിയ സ്റ്റാൻലി അലീനയുടെ ഫോട്ടോ ഒക്കെ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ബബിത ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം അലീന ബബിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഒരു ജോഡി കവറിൻ്റെ ഡ്രസ്സിൻ്റെ കവറും കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട് വന്നോട്ടെ ചോദിക്കും. ബബിത പറയും വേണ്ടാന്ന്, എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞോളണമെന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ഈ കവർ കൊടുക്കും. അപ്പോൾ ബബിത ചോദിക്കും ഇതെന്താന്ന്, ഒന്ന് തുറന്ന് നോക്കടി വേണമെന്ന് പറയും. അപ്പോൾ മറ്റുള്ളവരുടെ കാശ് കൊണ്ട് അധ്വാനിച്ച് വാങ്ങിച്ചതൊന്നും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അലീന പറയും, എൻ്റെ അനിയത്തിമാർക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി, അതിനെന്താ? അപ്പോൾ ബബിത പറയും, എല്ലാവർക്കും ഡ്രസ്സെല്ലാം എടുത്ത് തന്നിട്ട് ഇവിടുന്ന് പോവാനാണല്ലേ എന്ന്. അങ്ങനെയൊന്നുമല്ല, നീ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു തന്നിട്ടില്ലേ, നിനക്ക് ഞാനൊന്നും എടുത്തു തന്നിട്ടില്ലല്ലോ. ഞാൻ എടുത്തു തന്നത്, ഞാൻ അലീന ചേച്ചിയുടെ കുറേ ഡ്രസ്സ് നശിപ്പിച്ചിട്ടുണ്ട്, അതിന് പകരമായിട്ടാണ്. അപ്പോൾ അലീന പറയും ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു വാച്ചിൻ്റെ ഡപ്പ തുറക്കുന്നുണ്ട്. എന്നിട്ടൊരു വാച്ച് എടുത്ത് ബബിതയുടെ കയ്യിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര ഇമോഷണലായി നിൽക്കുന്ന ആ